Dear students, കഴിഞ്ഞ ദിവസം നമ്മൾ നോൺ ലീനിയർ ഇക്വേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിപ്പം ഇക്വേഷൻസ് ഫോം ചെയ്തു, ദെൻ അതിനെ ഓട്ടോണമസ് സിസ്റ്റത്തിലേക്ക് മാറിയത് കണ്ടു. അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻസ് വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് പറഞ്ഞപ്പം എക്സ് ടി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് എന്നും വൈ ഓഫ് ടി നോട്ട് ഈക്വൽ ടു വൈ നോട്ട് എന്നും പറയുന്നൊരു സൊല്യൂഷൻ ഉണ്ട്. ദെൻ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടും എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് സിയും വൈ ഈക്വൽ ടു വൈ ഓഫ് ടി പ്ലസ് സിയും ഫോർ എനി കോൺസ്റ്റൻറ്റ് സി അതും ഒരു സൊല്യൂഷനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിനിയും സൊല്യൂഷനെ പറ്റിയും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അങ്ങനെ കുറച്ച് ടേംസിനെയും കുട്ടിയാണ് നമ്മളിനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് സി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി പ്ലസ് സി എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്നത് ഒരു എനി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ദസ് നമുക്ക് പറയാം ഈച്ച് പാത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ മെനി സൊല്യൂഷൻസ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാത്ത് ഫോം ചെയ്യുന്ന എക്സ് ഓഫ് ടി if f of x of t and y of t are not both constant functions, then it defines a curve in the phase plane called path. അപ്പം അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻസ് നമുക്ക് നോൺ കോൺസ്റ്റൻ്റ് അല്ലാത്ത സൊല്യൂഷൻസ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ലാതെ വരുന്നത് നമുക്ക് പാത്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കിവിടെ സി വേരി ചെയ്യുന്നതനുസരിച്ച് മെനി സൊല്യൂഷൻസ് വരും. ദെൻ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, which differ from one another only by translation of the parameter. Okay, then next is if it is quite easy to prove that any path through the point x0 y0 must correspond to a solution of the form equation number 8. It follows from this that at most one path passes through ഈച്ച് പോയിൻ്റ് ഓഫ് ദി ഫേസ് പ്ലെയിൻ. ഇപ്പോൾ നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 8ൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കണ്ടു. ദെൻ അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്റ്റ് വൺ പാത്ത്, ഒരു പാത്തെങ്കിലും അറ്റ്മോസ്റ്റ് വൺ പാത്ത്, അറ്റ്മോസ്റ്റ് ആണ്, ഓക്കെ, അറ്റ്മോസ്റ്റ് വൺ പാത്ത് പാസസ് ത്രൂ ഈച്ച് പോയിൻ്റ് ഓഫ് ദി ഫേസ് പ്ലെയിൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ് പ്ലെയിൻ പറഞ്ഞതാണ്. അതായത് ദ പ്ലെയിൻ ഓഫ് ദി വേരിയബിൾസ് എക്സും ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അത് ചേർന്ന് കിട്ടുന്ന പ്ലെയിൻ ആണിത് ഫേസ് പ്ലെയിൻ. ഫേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫേസും ഫേസ് പ്ലെയിനും. അപ്പോൾ നമുക്ക് അറ്റ്മോസ്റ്റ് വൺ പാത്ത് ഇതിലെ കൂടെ പോവും, ഫേസ് പ്ലെയിനിൽ കൂടി പോവും. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് t along the given path is the same for all solutions representing a path. A path therefore a directed curve. ഇപ്പോൾ നമുക്ക് ടി നമ്മളവിടെ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. അവിടെ ടി എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആയിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ പാത്ത് കിട്ടും. സൊല്യൂഷൻസ് സെയിം ആണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കർവ്, ആ കർവാണ് ഇത് ഡയറക്റ്റഡ് കർവ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസിനെ പറ്റി നമ്മളിതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെനി സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ പാത്ത് ഡിഫറെൻ്റ് ആയിട്ട് വരും. അറ്റ്മോസ്റ്റ് വൺ പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പ്ലെയിനിൽ കൂടെയാണ് പോകുന്നത്. ഓക്കെ, ടി ഇൻക്രീസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഗിവൺ പാത്ത് ഈസ് സെയിം ഫോർ ഓൾ സൊല്യൂഷൻസ് റെപ്രസെൻറ്റിങ് എ പാത്ത്. ദാറ്റ് പാത്ത് നമ്മൾ ഡയറക്റ്റഡ് കർവ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഏകദേശം അതേ മീനിങ്ങിൽ തന്നെയാണ്. ഓക്കെ, the entire phase plane and do not the in general path of equation number 6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ, അതിൻ്റെ ജനറൽ സൊല്യൂഷൻസ് കവർ ദ എൻറ്റയർ പ്ലെയിൻ ആൻഡ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് വൺ അനദർ. ഓക്കെ, അപ്പോൾ അത് അതായത് കോമൺ പോയിന്റിൽ അത് നമുക്കറിയത്തില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യാൻ നമുക്ക് പറഞ്ഞാൽ അറിയാം, ഇൻ്റർസെക്റ്റ് ചെയ്തില്ല. അത് ഒക്കെ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ്
എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, അപ്പം നമുക്കപ്പം എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു 0, ജി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പം ഇവിടെ നമുക്ക് ഒരു യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ എന്ന് നമ്മുടെ 14.8 തിയറം നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ. അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടും വൈ ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സൊല്യൂഷനാണ്. കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ ഒരിക്കലും ഒരു പാത്തിനെ ഡിഫൈൻ ചെയ്യത്തില്ല. ഓക്കെ, എ കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ ഡസ് നോട്ട് ഡിഫൈൻ എ പാത്ത്. കോൺസ്റ്റൻറ്റ് സൊല്യൂഷൻ പാത്ത് ഉണ്ടാക്കുന്നില്ല. ആൻഡ് therefore no path goes through the critical point. ഓക്കെ, അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ കൂടെ ഒരു പാത്ത് കടന്നു പോകുന്നില്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുക, പാത്തൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്നു, ഐസൊലേറ്റഡ് ആണ്, ഒറ്റയ്ക്ക് കിടക്കുവാണ്. അപ്പോൾ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നതാണല്ലോ ക്രിട്ടിക്കൽ പോയിന്റ്. ആ ക്രിട്ടിക്കൽ പോയിന്റിന് ചുറ്റും നമുക്കൊരു സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ സർക്കിളിനകത്തിൽ വേറെ സൊല്യൂഷൻസോ ഒരു പാത്തോ ഒന്നും കടന്നു പോകത്തില്ല, അല്ലെങ്കിൽ അത് ക്രിട്ടിക്കൽ പോയിന്റ്സോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നോക്കി അറിയാം, എസ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. ആ ക്രിട്ടിക്കൽ പോയിന്റിന് ചുറ്റും നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അവിടെ നമുക്ക് ഒരു സൊല്യൂഷൻസ്, ഒരു ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അടുത്തത് ക്യൂ താണ്ട് അവിടുത്തെ ദൂരെയാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാത്താണ് താണ്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന ഒരു പാത്ത് കാണുന്നുണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് ക്ലോസ്ഡ് ആണ്. ആ സി എന്ന് പറയുന്ന ആ പാത്ത് ക്ലോസ്ഡ് ആവുന്നത് ഇതിന് പീരിയോഡിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് വരുന്നത് കൊണ്ടാണ്. നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അറിയാം നമ്മുടെ ഫേസ് പ്ലെയിനിൽ നമ്മുടെ പാത്തുകൾ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സ് എപ്പോഴും ഐസൊലേറ്റഡ് ആയിരിക്കും. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ചുറ്റും ഒരു സർക്കിളിനെ ഫോം ചെയ്ത് എടുക്കാൻ പറ്റും. അവിടെ അത് വേറൊരു ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കാണത്തില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കാണാൻ പോവാണ്. അതായത് ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 നോക്കാം. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ dx/dt ഈക്വൽ ടു y ആൻഡ് dy/dt ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഇക്വേഷനാണ്. ഇതൊരു ഇക്വേഷൻ നമ്മൾ ഒരു ഇക്വേഷൻ നമ്പർ 4 എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതിനകത്തുനിന്ന് നമ്മൾ ഫോം ചെയ്തെടുത്ത ഒരു ഇക്വേഷനാണ്. അവിടെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു എക്സ് നോട്ട് 0 എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാം y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ y ഈക്വൽ ടു 0 ആണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് 0 എന്ന് പറയുന്നത് 0 ആണ്. കാരണം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് dy/dt ആണ്. y ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്കറിയാം dy/dt ഈസ് ഓൾസോ 0 ആണ്. ഓക്കെ, സോ നമുക്ക് അവിടെ എഫ് ഓഫ് എക്സ് നോട്ട് 0 എന്ന് പറയുന്നത് 0 എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് പാർട്ടിക്കിൾ മോഷൻ, ഇറ്റ് കറസ്പോണ്ട് ടു എ സ്റ്റേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ മോഷൻ ഇൻ വിച്ച് ബോത്ത് ദ വെലോസിറ്റി dx/dt ആൻഡ് ദ ആക്സലറേഷൻ dy/dt വാനിഷ്. ഓക്കെ, നമുക്കവിടെ dy/dt ഇല്ല, വാനിഷ് ചെയ്തേക്കുവാണ്, 0 ആണ്. സോ നമുക്കവിടെ ആ സിസ്റ്റത്തിൽ വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ നമുക്ക് വാനിഷ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ റെസ്റ്റിലാണ്, വിത്ത് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. നമുക്കവിടെ വെലോസിറ്റി ഇല്ല, ആക്സലറേഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾ അവിടെ അനങ്ങാതിരിക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. അതിന് ഒരു അനക്കവും ഫീൽ ചെയ്യുന്നില്ല, ഒരു മോഷൻ അതിന് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് പറയാം ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നതാണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് കാണുകയാണ്.
വെക്റ്റർ ഫീൽഡ് വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഓക്കെ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ. അപ്പോൾ അവിടെ നമുക്ക് ഇതാണ് നമ്മുടെ വെക്റ്റർ ഫീൽഡ്. അവിടെ നമുക്ക് ഒരു ടിപ്പിക്കൽ പോയിന്റ് കാണാം പി ഓഫ് എക്സ് വൈ. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് എഫ്, ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് ജി ഓഫ് എക്സ് വൈ. അപ്പോൾ നമുക്ക് അറിയാം, സോ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്, അതുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് എഫ് ആണ്, ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ ദിസ് വെക്റ്റർ is tangent to the path at P and the points in the direction of increasing T. നമുക്കറിയാം പിയിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് വി എന്ന് പറയുന്ന ആ ഒരു വെക്റ്റർ ഫീൽഡ് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടി എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡ്, ഓക്കെ, ടി എന്ന് പറയുന്നത് ടൈം ആണെങ്കിൽ നമുക്ക് പറയാം വി ഈസ് ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് ദി പാർട്ടിക്കിൾ മൂവിങ് അലോങ് ദി പാത്ത്. ഓക്കെ, ടൈം ആകുമ്പോഴാണ് നമ്മൾ വെലോസിറ്റിയും ആക്സലറൈസേഷനും ഒക്കെ പറയുന്നത്. അപ്പം ഇവിടെ ടി ആണെങ്കിൽ നമുക്ക് പറയാം വി എന്ന് പറയുന്നത്, ഇവിടെ വന്നിട്ടുള്ള വി എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി വെക്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ പാത്താണ് കാണുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ മൊത്തം ഫിൽഡ് വിത്ത് പാർട്ടിക്കിൾസ് ആണ്. ഈച്ച് പാത്ത് ഇസ് എ ട്രയൽ ഓഫ് എ മൂവിങ് പാർട്ടിക്കിളാണ്. Preceded and followed by many others on the same path and accompanied by others on nearby path. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ആണ് കാണുന്നത്, 2 ഡയമെൻഷണൽ ഒരു ഫേസ്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് പ്ലെയിനിൽ ഫ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് മോഷനാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ, ഈ ഇങ്ങനെ സിറ്റുവേഷൻ, ഈ മോഷൻ കാണുമ്പോൾ നമുക്കറിയാം ദിസ് മോഷൻ ഈസ് ഫ്ലൂയിഡ് മോഷൻ. അപ്പം ഈ ഫ്ലൂയിഡ് മോഷനിൽ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ നോക്കുമ്പോൾ അറിയാമായിരുന്നു സിസ്റ്റം ഓട്ടോണമസ് ആണ്. ഓട്ടോണമസ് എന്ന് പറയുമ്പം നമുക്ക് എഫും ജിയും ടിയുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുകയാണ്, അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വെക്റ്റർ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അറ്റ് എ ഫിക്സഡ് പോയിന്റ് എക്സ് വൈ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വിക്ക് വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല, കാരണം വി ഡയറക്റ്റ്ലി ടിയുമായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മോഷനെ നമുക്ക് സ്റ്റേഷനറി മോഷൻ, അതായത് ടി ടൈമാണ് ചേഞ്ച് ചെയ്യുമ്പോൾ ടിക്ക് അനുസരിച്ചുള്ള ഒരു ചേഞ്ച് നമുക്ക് മോഷനിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ദ ഫ്ലൂയിഡ് മോഷൻ ഈസ് സ്റ്റേഷനറി. അതുകൊണ്ട് നമുക്ക് പറയാം ഈ പാത്ത് എന്ന് പറയുന്നത് ഒരു മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ ട്രാജക്ടറിയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാം. ക്യൂ ഉണ്ട്, ആർ ഉണ്ട്, എസ് ഉണ്ട്. അവർക്ക് ആ പോയിന്റ്സിനൊക്കെ നമുക്ക് അവിടെ നോക്കുമ്പോൾ അറിയാം അവിടെ പാത്തുകളൊന്നുമില്ല, എല്ലാം ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അവിടെ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് 0 വെലോസിറ്റിയാണ്. ഓക്കെ, സീറോ വെലോസിറ്റി where the particles are at rest. ആ ഒരു പോയിന്റിൽ റെസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മോഷനിൽ നമ്മൾ ആ പോയിന്റ്സിനെ പറയുന്നതാണ് സ്റ്റാഗ്നേഷൻ പോയിന്റ്സ്. ഓക്കെ, സ്റ്റാഗ്നേഷൻ പോയിന്റ്സ് ഓഫ് ദി ഫ്ലൂയിഡ് മോഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. നമ്മൾ ഇന്ന് കണ്ടു, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടു, ക്യൂ, ആർ, എസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടു. പിന്നെ ഉള്ളത് അറേഞ്ച്മെൻറ്റ് ഓഫ് പാത്ത് നിയർ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആറിലെയും ക്യൂവിലെയും എസിൻ്റെയും അടുത്തുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സിന് അടുത്തുള്ള പാത്ത് മൂന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എസിൻ്റെ അടുത്ത് നമുക്ക് നോക്കിയാൽ അറിയാം അവിടെ ഒരു ക്ലോസ്ഡ് പാത്താണ് നിൽക്കുന്നത്. ഇവിടെ ക്യൂവിനടുത്ത് നമുക്ക് അങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് പാത്ത് നിൽക്കുന്നത്. ആറിലാണെങ്കിൽ ആ 2 പാത്ത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദി പാത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
പിന്നെ വേറൊരെണ്ണം ദ സ്റ്റെബിലിറ്റി ആൻഡ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. That is, whether a particle near such a points remain near or wander off into another part of the plane. Then ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലോസ്ഡ് പാത്ത്. ഈ ക്ലോസ്ഡ് പാത്ത് ഇപ്പം നമ്മൾ എസിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സി എന്ന് പറയുന്ന അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ട്. ആ ക്ലോസ്ഡ് പാത്ത് കാണിക്കുന്നത് പീരിയോഡിക് സൊല്യൂഷൻസിനെയാണ്. ഓക്കെ, അപ്പം ദീസ് ഫീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പാർട്ട് ഓഫ് ദി ഫേസ് പോർട്രേറ്റ്. ഫേസ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ പിക്ചർ ഓഫ് ദി പാത്ത് അല്ലേ. ഈ ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ആ പാത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 6 ഒരു ഫേസ് പോർട്രേറ്റ് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു ഫേസ് പോർട്രേറ്റ് എന്ന് പറയുമ്പം ഓവറോൾ പിക്ചർ ഓഫ് ദി പാത്താണ്. സിൻസ് ഇൻ ജനറൽ നോൺ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് സിസ്റ്റംസ് cannot be solved explicitly, the purpose of the qualitative theory എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് തിയറിയാണ്. Discussed in this chapter is to discover as much as possible about the phase portrait directly from the functions f and g. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു ഫേസ് പോർട്രേറ്റ്, അതായത് ഓവറോൾ പിക്ചർ ഓഫ് ദി പാത്ത് നമുക്ക് കിട്ടണം. ഡയറക്റ്റ് എഫും ജിയും നമ്മൾ നേരത്തെ ഓട്ടോണമസ് സിസ്റ്റം കണ്ടു, സിസ്റ്റം 6. അപ്പോൾ ഡയറക്റ്റായിട്ട് എഫും ജിയിൽ നിന്നും നമുക്കിതുപോലൊരു ഫേസ് പോർട്രേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഫേസ് പോർട്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും അതിൻ്റെ പാത്തും ഒക്കെ പ്ലോട്ട് ചെയ്ത് നമ്മൾ വന്നു. നമുക്ക് എഫും ജിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വാളിറ്റേറ്റീവ് തിയറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടു ഗെയിൻ സം ഇൻസൈറ്റ് into this sort of information, we might hope to observe that x of t is a periodic solution of the dynamic system, dynamic equation number 4, and the derivatives y of t equal to dx by dt is also periodic. If x of t periodic ആണെങ്കിൽ dx by dt periodic ആണ്. and the corresponding path of the system, equation number 5, നിങ്ങളെ ഇക്വേഷൻസ് എല്ലാം നോക്കുക, is therefore ക്ലോസ്ഡ്. അപ്പോൾ പീരിയോഡിക് ആണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ സൊല്യൂഷൻ പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പാത്ത് എന്ന് പറയുന്നതും ക്ലോസ്ഡ് ആണ്. കോൺവേഴ്സ്ലി, ഇഫ് എനി പാത്ത് ഇക്വേഷൻ നമ്പർ 5 ഈസ് ക്ലോസ്ഡ്, ദെൻ ഇക്വേഷൻ നമ്പർ 4 ഹാസ് എ പീരിയോഡിക് സൊല്യൂഷൻ. അപ്പം അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ അവിടെ ഒരു പീരിയോഡിക് സൊല്യൂഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു കോൺക്രീറ്റ് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ കണ്ട വാണ്ടർപോൾ ഇക്വേഷൻ.